നാം ഇന്ന് കാണുന്ന ഇന്ത്യ വെറുതെ ഉണ്ടായതല്ല. നമ്മുടെ പൂർവികർ ജീവനും ജീവിതവും സമർപ്പിച്ച് പോരാടി നേടിയെടുത്തതാണ്. അവർ അവരുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ കൊടുത്തപ്പോൾ സംഭവിച്ചത്. ആ സ്വപ്നങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യം പിന്നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വേരുകളെ, അത് വെള്ളം കുടിച്ച മണ്ണിനെ നാം അറിയുക തന്നെ വേണം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ഇന്ത്യ ഒരുപാട് മനുഷ്യരുടെ, നമ്മുടെ മുൻഗാമികളുടെ ചോരയിലും വിയർപ്പിലും നെയ്തെടുത്ത സ്വപ്നത്തിൻ്റെ പേര്. നൂറ്റാണ്ടുകൾ നീണ്ട അധിനിവേശങ്ങൾക്ക് കീഴിൽ പാരതന്ത്ര്യത്തിൻ്റെ ജീവിതം തൊട്ടനുഭവിച്ചറിഞ്ഞ ഒരു ജനത. അവരുടെ പോരാട്ടത്തിൻ്റെ, രക്തസാക്ഷിത്വത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ത്യാഗത്തിൻ്റെ വിജയിച്ച ചരിത്രത്തിൽ നിന്നും പോർച്ചുഗീസുകാരും ഡച്ചുകാരും നൂറ്റാണ്ടുകൾ കൊണ്ട് ഉഴുതുമറിച്ചിട്ട ഇന്ത്യൻ മണ്ണിലേക്കാണ് ബ്രിട്ടീഷുകാർ അധിനിവേശത്തിൻ്റെ പുതിയ വിത്തിറക്കാൻ കടന്നു വന്നത്. പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന നാട്ടുരാജാക്കന്മാർക്കും കീഴാളരെ അടിമകളായി മാത്രം കണ്ടുശീലിച്ച സവർണ ജന്മികൾക്കുമിടയിൽ ദുരിതം തിന്ന് ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് മുകളിലേക്കാണ് അവർ അതിക്രമിച്ച് കടന്നത്. എന്നാ ഈ വാഴപ്പഴം ഒന്ന് പഴുക്ക. വാഴക്ക പഴുത്താല് വയറ് നിറച്ച് തിന്നണം. ഞങ്ങൾക്ക് പഴം തരില്ലേ അമ്മേ? എന്റെ കുട്ടിയാക്കല്ലാതെ വേറെ ആർക്കാ മക്കളെ? അതിനല്ലേ നിങ്ങൾ അച്ഛൻ ഈ വാഴ പൊന്നു പോലെ നോക്കണത്. എങ്ങനെയാ ഈ പഴം തിന്നാന്നറിയോ? എനിക്കറിയാം. ആദ്യം പഴം ഇങ്ങനെ എടുക്ക, എന്നിട്ട് ഇങ്ങനെ 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 തിന്നാ. തമ്പ്രാ, മൂത്ത് തൊടുത്ത വാഴക്കൊലയാണല്ലോ. ഇത് അങ്ങോട്ട് ഇല്ലത്തേക്ക് എടുത്താലോ? കൊച്ചുങ്ങൾക്ക് നല്ലോണം ഇഷ്ടാവും. ആ കുല ഇങ്ങോട്ട് വെട്ടിയിറക്ക. തോളിലേന്തി പ്രതിമ പോലങ്ങനെ മലയനാ മുറ്റത്തു നിന്നുപോയി. അരുതവനൊച്ച പൊങ്ങുന്നതില്ല കരൾ തെരുതെരെ പേർത്തും തുടിപ്പുമേൽമേൽ. കുലതോളിലേന്തി പ്രതിമ പോലങ്ങനെ മലയനാ മുറ്റത്ത് നിന്നുപോയി. അരുതവനൊച്ച പൊങ്ങുന്നതില്ല കരൾ തെരുതെരെ പേർത്തും തുടിപ്പുമേൽമേൽ. ഒരുവിധം ഗദ്ഗതം ഞെക്കി ഞെരുക്കിയ കുറയക്ഷരങ്ങൾ തെറിച്ചു കാറ്റിൽ. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ, ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ. മലയൻ നടക്കുന്നു മാടത്തിലലയും മുറയും നിലവിളിയും. അവശന്മാരാർത്തന്മാരാലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിയാൻ. അവരർത്ഥനഗ്നന്മാർ അവരാശാതപ്തന്മാർ അവരുടെ ഗദ്ഗതമാരു കേൾക്കാൻ.
ഒരെണ്ണം കൂടി ബാക്കിയാകരുത്. എല്ലാം ചത്ത് തൊലഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അച്ഛനെവിടെയാ? എല്ലാരും മരിച്ചു കിടക്കാണ്. നമ്മുടെ അച്ഛനും മരിച്ചിട്ടുണ്ടാവും. ഇല്ല, അച്ഛൻ നമ്മളെ വിട്ട് പോവില്ല. അച്ഛാ, അച്ഛാ, മക്കളെ, എൻ്റെ കുട്ടികൾ കരയരുത്. നമ്മുടെ മണ്ണില് അഭിമാനത്തോടെ ജീവിക്കാനുള്ള യുദ്ധത്തിലാണ് നമ്മൾ. ചോര കൊടുത്തും ജീവൻ കൊടുത്തും നമ്മളത് നേടുക തന്നെ ചെയ്യും. ഷഹീദ് ടിപ്പു സുൽത്താൻ ഇരുതല മൂർച്ചയുള്ള വാളായിരുന്നു. അത് ഒരേ സമയം ബ്രിട്ടീഷ് അധിനിവേശത്തിനും ജാതി വെറിക്കുമെതിരെ ഉശിരോടെ ഉയർന്നു നിന്നു. മേൽജാതിക്കാർക്ക് ഇനി ആയുധങ്ങളായിട്ട് നടക്കാനുള്ള അനുമതി ഇല്ലത്രേ. ആയുധങ്ങളൊക്കെ സുൽത്താൻ ടിപ്പുവിന്റെ കൊട്ടാരത്തിൽ ഹാജരാക്കാൻ ഉത്തരവുണ്ട്. ഇല്ലാത്ത കുറ്റം ചാർത്തി നടവഴികളിട്ട് ഞമ്മളെ ചവിട്ടിക്കൊല്ലാൻ ഇനി കഴിയൂല. തല ഉയർത്തി നടു നിവർത്തി മനുഷ്യരെ പോലെ ഞമ്മക്കും ഈ വഴിയിലൂടെ നടക്കാം. ഇത് കിനാവാണോ? വിശ്വസിക്കാൻ പറ്റണില്ല. ടിപ്പു സുൽത്താൻ നീണാൾ വാഴട്ടെ, ടിപ്പു സുൽത്താൻ നീണാൾ വാഴട്ടെ, ടിപ്പു സുൽത്താൻ നീണാൾ വാഴട്ടെ. അവസാന ശ്വാസം വരെയും അധിനിവേശ ശക്തികളോട് സന്ധി ചെയ്യാതെ പോരാടിയ ഒരേയൊരാളെയുള്ളൂ ഇന്ത്യയുടെ ചരിത്രത്തിൽ. ഗർജിക്കുന്ന മൈസൂർ സിംഹം. ആ പോരാട്ട വീര്യം ബ്രിട്ടീഷുകാരുടെ കൈകളാൽ ഇന്ത്യൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നു. പൊതുജനങ്ങളുടെ അറിവിലേക്കായി ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നുള്ള അറിയിപ്പ്. ഇന്നു മുതൽ വ്യാപാരാവശ്യങ്ങൾക്കോ വീട്ടാവശ്യങ്ങൾക്കോ പൊതുജനങ്ങൾ ഉപ്പ് കുറുക്കുന്നത് ഈ ഉത്തരവിനാൽ നിരോധിച്ചിരിക്കുന്നു. ഉത്തരവ് ലംഘിക്കുന്നവർക്ക് നേരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമരമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹം. ദണ്ഡി കടപ്പുറത്തു നിന്നും തുടക്കം കുറിച്ച സമരം രാജ്യം മുഴുവൻ വ്യാപിച്ചു. 60,000-ഓളം ആളുകളെ അറസ്റ്റ് ചെയ്താണ് ബ്രിട്ടീഷ് സൈന്യം ഈ നിരായുധ സമരത്തെ നേരിട്ടത്.
മക്കളെ, നമ്മളെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടി മരിക്കുന്നത് ജിഹാദാണ്. വെള്ളപ്പട്ടാളത്തിന്റെ മുമ്പില് നെഞ്ചും പിരിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ഇടിക്കടാ വാള്, കണ്ടം കണ്ടാക്കി വെട്ടി നുറുക്കടായിട്ടാളെ. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. 1921 വാഗൺ ട്രാജഡി. ഇന്ത്യയിലെ അധിനിവേശ പോരാട്ട ചരിത്രത്തിലെ വക്കുകളിൽ ചോര പൊടിയുന്ന ഒരേട്. വാഗൺ ഒരു ട്രാജഡിയല്ല, സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് നേരെ നടന്ന കൂട്ടക്കൊലയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഗാന്ധിജിക്ക് പിന്നിൽ ഇന്ത്യൻ ജനത ഒന്നടങ്കം അവസാന പോരാട്ടത്തിന് വേണ്ടി അണിനിരന്നു. ആ ചരിത്രത്തിന്റെ പേരാണ് ക്വിറ്റ് ഇന്ത്യ. എത്ര നാടിങ്ങടിമയായി കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ. എത്ര നാടിങ്ങടിമയായി കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ. ഗതഭയം ചലിക്കണം ഗരുഡ തുല്യ വേഗരായി, സഹഗമിക്ക 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 ധീരരേ ധീരരേ. അങ്ങനെ ഇന്ത്യ സ്വതന്ത്രമായി. എന്നാൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരൻ്റെ നെറികെട്ട നിലപാടുകളുടെ തുടർച്ച തന്നെയായിരുന്നു ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും. രാജ്യത്തെ രണ്ടായി പിളർത്തി, മുറിച്ചുമാറ്റിയ അതിരുകളിലൂടെ ചോരച്ചാലുകൾ ഒഴുകി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിധിയോട് നാം ഒരു വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം പൂർണ്ണമായിട്ടില്ലെങ്കിലും ഭാഗികമായി നിറവേറ്റുവാനുള്ള സന്മുഹൂർത്തം ഇതാ സമാഗതമായിരിക്കുന്നു. ഈ അർദ്ധരാത്രിയിൽ മണി 12 അടിക്കുമ്പോൾ ലോകമാകെ നിദ്രയിലാണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്ത്യ ഉണരുകയാണ്. ജീവിതം വീണ്ടെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യ ഉണർന്ന് എണീക്കുകയാണ്. പഴയതിൽ നിന്നും പുതിയതിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരു യുഗം അവസാനിക്കുന്ന, ദീർഘവർഷമായി അടിച്ചമർത്തി വച്ചിരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് വാചാലമാകുന്ന ചരിത്രത്തിലെ അത്യപൂർവമായ ആ നിമിഷം നമുക്ക് വേണ്ടി ഇതാ സമാഗതമായിരിക്കുന്നു.
എന്നാൽ സ്വാതന്ത്ര്യാനന്തരം തന്നെ നമ്മുടെ രാജ്യം അതിൻ്റെ പാരമ്പര്യങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യ സമര പോരാളികളുടെ സ്വപ്നങ്ങളിൽ നിന്നും പുറകോട്ട് നടക്കാൻ ആരംഭിച്ചിരുന്നു. ഗാന്ധിവധം അതിൻ്റെ ആദ്യ പരസ്യ പ്രഖ്യാപനമായിരുന്നു. മഹാത്മാഗാന്ധിയിൽ തുടങ്ങി രോഹിത് വെമുല, ഗോവിന്ദ് പൻസാരെ, എം കൽബുർഗി, ഗൗരി ലങ്കേഷ്, ദഭോൽക്കർ, പഹ്ലു ഖാൻ, ജുനൈദ്, മുഹമ്മദ് അഖ്ലാഖ്, കത്വ പെൺകുട്ടി, അസീം എന്നിവരിൽ എത്തി നിൽക്കുന്ന സവർണ ഫാഷിസത്തിൻ്റെ കരാള നൃത്തത്തിൽ രാജ്യം ഇന്നും പിടഞ്ഞമരുകയാണ്. മാനവിക മൂല്യങ്ങൾക്കുമേൽ വംശീയ ഫാഷിസം പത്തിവിടർത്തിയാടുമ്പോൾ, ഭരണഘടനയും അംബേദ്കറും തമസ്കരിക്കപ്പെടുമ്പോൾ നമുക്കുറക്കെ പറയാം, ചേർന്നു നിൽപ്പിൻ്റെ മനോഹാരിതയിൽ വിരിയുന്ന മഴവിൽ ആകാശത്തെക്കുറിച്ച്, സൗഹൃദം പൂക്കുന്ന ഗ്രാമങ്ങളെക്കുറിച്ച്, നമ്മുടെ പൂർവികരുടെ സ്വപ്നങ്ങളുടെ വീണ്ടെടുപ്പിനെക്കുറിച്ച്. നമുക്കൊരുമിച്ച് നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാം. ഇതെൻ്റെ കൂടി രാജ്യമാണ് എന്ന അഭിമാനബോധത്തോടുകൂടി ഓരോ പൗരനും ഈ മണ്ണിൽ ചവിട്ടി ജീവിക്കാൻ കഴിയുന്ന ഒരു നാൾ ഇവിടെ പുലരുക തന്നെ ചെയ്യും. നീതി തേടും കൈകളി വാനിലേക്കുയർത്തുക, നീളെ നീളെ നന്മ തൻ നറുനിലാവുയർത്തുക. നീതി തേടും കൈകളി വാനിലേക്കുയർത്തുക, നീളെ നീളെ നന്മ തൻ നറുനിലാവുയർത്തുക. ആരും അന്യരല്ല മണ്ണിൽ ചേർന്നു നിൽക്കുമിന്നു നാം, ആരെയും വധിക്കുവാനൊരുങ്ങി വന്നതല്ല നാം. കോർത്തു നന്മ തൻ വിളക്കുകൾ കൊളുത്തിടാം, കൺകളിൽ പ്രതീക്ഷ പൂക്കും കാഴ്ചകൾ പകർത്തിടാം. കൈകൾ കോർത്തു നന്മ തൻ വിളക്കുകൾ കൊളുത്തിടാം, കൺകളിൽ പ്രതീക്ഷ പൂക്കും കാഴ്ചകൾ പകർത്തിടാം. സങ്കടം നിറഞ്ഞ നെഞ്ചിൽ സാന്ത്വനം ചൊരിഞ്ഞിടാം, സമരഭൂമിയിൽ വിശുദ്ധ സ്നേഹഗാഥ പാടിടാം.